ഇവളി പറഞ്ഞ തന്നെ പറഞ്ഞോണ്ടിരിക്കുക. എന്റെ മോളാന്നേ. അമ്മ നിനക്ക് വരെ മനസ്സിലായ നിന്റെ അമ്മയല്ലേ? നിങ്ങൾ മോൾ എങ്ങനെ വിട്ടാൽ എങ്ങനെ? ഫോറിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേസ് എടുക്കും. അതൊക്കെ അറിയാം നിങ്ങൾക്ക്. സൂക്ഷിക്കണ്ടേ? പോട്ടെ വിട്ടേക്ക്. മോൾക്ക് ചെറിയൊരു നോക്കിയേ, ഇനിയെങ്കിലും ശ്രദ്ധിച്ചോളൂ. ഇനി മുതൽ ഇങ്ങനെ സംഭവിക്കരുത്. മനസ്സിലായില്ലേ? അല്ല നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. ബ്രോ അഡ്രസ് വാങ്ങി. അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മയല്ലേ ഒന്ന് വിളിച്ചോണ്ട് പോകുന്നേ. കുഴപ്പമൊന്നുമില്ല. അതെ, ഇതെന്റെ അമ്മേനല്ലേ? അത് നിങ്ങൾക്ക് അറിയോ? അത് കൊണ്ടുപോകും. ശരി എന്നാ പോട്ടെ മക്കളെ. ശരി ശരി. വാ മോളെ. എന്താ ബ്രോ, എന്റെ മനസ്സ് പറയുന്നത് നമ്മള് കറക്റ്റ് ആളുടെ കയ്യിലല്ല കൊച്ചിനെ ഏൽപ്പിച്ചത്. ഓയ്ക്കും അങ്ങനെ തോന്നിയല്ലേ? ആ തള്ളയെ കണ്ടിട്ട് അവളുടെ അമ്മയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. അലുവേ മത്തിക്കറിയും പോലെ. We have to catch them. വേഗം എടുത്തോ. ബ്രോ, ഇന്ത്യയിലെ സേഫസ്റ്റ് പ്ലേസ് എവിടെയാണോ ഉള്ളത് അവിടെ ഇവിടെ ആക്കിട്ട് പോവാം. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോ നമുക്കൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിട്ടാലോ? നോ തിങ്ക് നല്ല ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല. ഫാമിലി ആണെങ്കിൽ റിലേറ്റീവ്സ്? അടുത്തൊരു ഗ്രാമത്തിൽ എന്റെ അമ്മാവനുണ്ട്. അവിടെ വിട്ടിട്ട് പോയാലോ? നിനക്ക് ഓക്കെ ആണോ? ഈ ലോകത്തിൽ അങ്ങനെ പോലുള്ള നല്ല മനുഷ്യൻ ഉണ്ടാവില്ല. എനിക്ക് ഓക്കെ ആന്നേ. ഇവളവിടെ സേഫാ. ഓക്കെ ബ്രോ, വാ കം ഓൺ. വാ കേറ്. അതെ അതെ, അവിടെ നിന്ന് ലെഫ്റ്റ്. ഈ വഴി. അതെ, ഈ വീടാ. അമ്മാവാ, അമ്മാവാ. എന്തൊക്കെയുണ്ട് കണ്ടിട്ട്? ഇവരൊക്കെ ഫ്രണ്ട്സ് അമ്മാവാ. ഈ പെൺകുട്ടിയെ കുറച്ച് ദിവസം ഒന്ന് ഇവിടെ നിർത്തണം. വന്നേ. എടാ പ്രദീപേ, ഇരിക്കും മോനെ, ഇരിക്കേ. രണ്ടുപേരും ഇരിക്കേ. മോളെ ഇരിക്കേ. ഇരുന്നോ? മോനെന്താ നോക്കിയിരിക്കുന്ന? ഇരിക്കേ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല സർ. ഈ കുട്ടി എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരാള്. മൈ ബെസ്റ്റ് ഫ്രണ്ട്. പ്ലീസ് അവൾക്കൊരു കുറവും വരാതെ നോക്കണം. മോൻ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ചേച്ചി നോക്കിക്കോണേ. ശരി ഏട്ടാ. ബ്രോ ദേ ആ പെങ്കൊച്ചിനെ ഇപ്പൊ തല്ലി കൊല്ലുന്നു. ആവശ്യമുണ്ടായിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. വണ്ടി അടുത്തേക്ക് കൊണ്ടുപോയി നല്ല കനമുണ്ടല്ലോ.
എന്നെ അടിക്കാൻ വേണ്ടി എന്റെ പുറകെ വന്നത് എന്റെ അമ്മയാ. തന്റെ അമ്മയോ? അത് ശരി. അപ്പൊ പിന്നെ കൊല്ലാൻ വന്നല്ലേ? പിന്നെ എന്തിനാ ഓടിച്ചത്? അത് വെറുതെ എന്നെ പേടിപ്പിക്കാനാ, കൊല്ലൊന്നുമില്ല. അവരെന്തിനാ ഓടിക്കുന്നത്? അമ്മ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഓടിക്കും. കുട്ടികൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ പാരന്റ്സ് അവരെ തല്ലുവെന്നാ? ബ്രോ, ഇതേ കാര്യം ഫോറിനിൽ നടന്നാ അവർക്കെതിരെ കേസ് എടുക്കും അവര്. അത് ഫോറിനിൽ അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ. ഒന്ന് കൂളായിട്ടിരിക്കും. അതെ മോളെ, എന്താ പ്രശ്നം എന്ന് പറയും? എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ചേട്ടന്മാരെ. അമ്മ പക്ഷെ എന്നെ പഠിക്കാനും വിടില്ല, മര്യാദയ്ക്ക് ഭക്ഷണവും തരില്ല. അമ്മ എന്നോട് ചീത്ത കാര്യങ്ങളാ ചെയ്യാൻ പറയുന്നത്. എനിക്കത് ഇഷ്ടമല്ല ചേട്ടന്മാരെ. എന്ത് ചെയ്യാനാ പറയുന്നത്? അത് പിന്നെ വീട്ടിലേക്ക് 2-3 പേര് എന്നും വരും. അവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് എന്നെ നിർത്തും. എന്നിട്ട് അവരുടെ കൂടെ പോവാൻ പറയും. എന്താ ഇത് ഡെയിലി പറയുന്നുണ്ടല്ലോ, മൈ ഇന്ത്യസ് ഗ്രേറ്റ്, 100 വർഷം പോരാടി സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നൊക്കെ എല്ലാവരും പറയുന്നില്ലേ? എന്നിട്ട് നടക്കുന്നത് എന്താ? ഒരമ്മ സ്വന്തം മോളെ പഠിക്കാൻ വിടാതെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. കറപ്ഷൻ, ഇല്ലീഗൽ, പ്രോസ്റ്റിറ്റ്യൂഷൻ, ചീറ്റിംഗ്, നോ പ്രോപ്പർ സിസ്റ്റം. ഇതൊക്കെയല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്? ഡോണ്ട് യു ഹാവ് ഷെയിം? ഇത് കണ്ട് സഹിക്കുന്നില്ല. ലൈക്ക് മൈ ഡാഡ് സെഡ്, എന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. പിന്നെ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഐ വാണ്ട് ഗോ ബാക്ക്. ബ്ലഡി ഐ വാണ്ട് ഗോ ബാക്ക്. സോറി മോളെ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ ഓടി ഓടി എങ്ങോട്ടാ പൊക്കൊണ്ടിരുന്നേ? എനിക്ക് പഠിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഏട്ടാ. 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗവൺമെന്റ് ഹോസ്റ്റലിൽ പോയി നിൽക്കാന്നുള്ളത്. അങ്ങോട്ട് പോവായിരുന്നു. ഗവൺമെന്റ് ഹോസ്റ്റലാ? ബ്രോ, അതെ, നമുക്ക് ഈ പെങ്കൊച്ചിനെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയാലോ? ആർ യു ഷുവർ? ഓക്കെ. നിനക്ക് ആ ഹോസ്റ്റൽ സേഫ് ആയിരിക്കില്ല? ആ, സേഫ് ആണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട്. എന്നാ വാ, ലെറ്റ്സ് ഗോ. കേറിക്കും മോളെ. ഓൾറൈറ്റ്. ആ ചേട്ടാ, ദേ ഇവിടെയാ, ഇവിടെ നിർത്തിയാ മതി. ആ, ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ ഇതാണ് ചേട്ടാ. ഓക്കെ, ഇതാണല്ലേ? ഇപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള പൊസിഷനിലല്ല ഞാൻ. ആ, എന്നാലും ദിസ് ഇസ് മൈ കാർഡ്. എന്നെ വിളിച്ചാ മതി, നമുക്കെല്ലാം ശരിയാക്കാം. ഓക്കെ? ശരി. എനിക്കിനി സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. നിങ്ങൾക്ക് സമയമുള്ളപ്പോ വന്ന് എന്നെ ഒന്ന് കാണില്ലേ? ഈശ്വരനായിട്ട് തന്നൊരു അനിയത്തി കുട്ടിയാ നീ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിച്ചോളാം. അവള് നന്നായിട്ട് പഠിക്കണം. ശരി, ബൈ. ഓക്കെ. എന്നാ പോയാലോ? കടയുണ്ട്, പക്ഷെ കടക്കാരനെ കാണാനില്ലല്ലോ. നമുക്ക് 2 ഹെൽമെറ്റ് വാങ്ങിച്ചാലോ? Why not? ദേ ഒരു മനുഷ്യന്റെ മുകളിലുള്ള ഹെൽമെറ്റ്. ഐ ആം ദി ഓണർ. ചേട്ടാ, ഈ പേരമ്പൂർക്ക് എന്ത് ദൂരമുണ്ട്? ഞാൻ പറയില്ല. പറയൂല? എന്താ ചേട്ടൻ പറയാത്തെ? കാശ് എന്നാ പറയാം. ഓ, ഒന്ന് വഴി പറഞ്ഞു തരാൻ പറഞ്ഞതിന് കാശ് തരണോ അല്ലേ? അതൊക്കെ മനുഷ്യനാണോ? ഫ്രീ ആയിട്ട് പറയണോ? ഈ ഹെൽമെറ്റ് എന്താ വില? 1000. ഇതിനാ 1200 എടുത്തോ. ആ, അത് കാണാൻ കൊള്ളല്ലോ. അതിനെന്താ വില? ഇത് 1600. ചേട്ടന്റെ മോൻ പോലെ തന്നെ ഉണ്ട്. പേരമ്പൂർക്ക് എങ്ങനെ? പേരമ്പൂർക്ക് പോകുന്നത് എങ്ങനെ? ഫ്രീ ആയിട്ട് പറയണമെന്നാ? നേരെ പോയി 2 റൈറ്റും 2 ലെഫ്റ്റും. 2 എടുത്തോളൂ. എല്ലാം സെറ്റാണ്, മനസ്സിലായി. നിർത്ത്. അയാളുടെ ഹെൽമെറ്റ് കച്ചവടമൊക്കെ ഞാൻ ഇന്ന് തീർത്തു തരാം. ഇത് പിടിച്ചോ. 1 2 പിടിച്ചോ. അതെ, ഈ ഹെൽമെറ്റ് ഒക്കെ പഠിക്കാൻ എങ്ങോട്ടാണ് പോകുന്നത്? അയ്യോ, ഇനി ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഹെൽമെറ്റ് പറയാം. സത്യം പറയട്ടെ, എനിക്കത് എവിടെയാന്ന് അറിയില്ല മോനെ. അപ്പൊ കാശ് തന്നാ പറയാന്ന് പറഞ്ഞതാ. അപ്പോഴും ഞാൻ ഇതൊക്കെ തന്നെ പറയൂ. ഓ, പൊടിക്കുപ്പിയുടെ അത്രേ ഉള്ളൂ. എന്നിട്ട് കയ്യിൽ വേണ്ടില്ലേ? ബ്രോ, നമുക്ക് പോവാം. ഇവിടെ നിന്നാ ശരിയാവില്ല.